ഹായ് നമസ്കാരം. ഇതാണ് താരം എന്ന ഇന്നത്തെ പരിപാടിയിൽ ഞാൻ തുവ്വൂർ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു കലാകാരിയെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും. ആ അറിവിലൂടെ എനിക്ക് അവരെ ഈ നാടിന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. ഞാൻ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും ഇനി ഭാവിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്വായത്തമാക്കേണ്ട ഒരു കലാപ്രകടനം, ഒരു കായിക പ്രകടനം കൂടി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടോക്കാം, ആളൊന്ന് പരിചയപ്പെട്ട് നോക്കാം അല്ലേ? കുറച്ചും കൂടി അപ്പോൾ നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഇതോടുകൂടി മോൾ ഒത്തിരി പേരെ കാണാൻ പോവുക. എൻ്റെ പേര് അബൂക്കെന്ന് എല്ലാവരും വിളിക്കുക. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം കൊച്ചു വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ തികച്ചും യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ തുവ്വൂർ വഴിക്ക് സഞ്ചരിച്ചപ്പോഴാണ് നമ്മുടെ ഷാജി മാഷ് പറഞ്ഞത് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, വലിയ കലാകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഓഡിയൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്നാൽ പരിചയപ്പെട്ടോളൂ, പേരൊക്കെ പറഞ്ഞോളൂ. ഞാൻ നിഹാര ബിനു. ഞാൻ തുവൂരിലാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പേര് കുന്നുംപുറത്ത്. ഞാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ GLPS തുവൂരിൽ. GLPS തുവൂരിൽ. അപ്പോൾ തുവൂർ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും നിന്നെ അറിയും അല്ലേ? ഈ എങ്ങനെയാണ് നിന്നെ അറിയുക? അതിപ്പോൾ പാട്ട് പാടിയിട്ടും പാട്ട് പാടും, ഈ ജിംനാസ്റ്റിക്കൊക്കെ കാണിച്ചിട്ടും അറിയും. അത്യാവശ്യം അഭിനയിക്കാനും അറിയും അല്ലേ? നമുക്ക് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല, ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അല്ലേ? അഭിനയിക്കാൻ അറിയും, നല്ല കോൺഫിഡൻ്റ് ഉണ്ട് അല്ലേ? പിന്നെ ഈ ജിംനാസ്റ്റിക് പഠിക്കേണ്ട സാഹചര്യം എങ്ങനെയാണ്? ആരാ ഇതിന് നിങ്ങൾക്ക് ഇതിനെ പഠിപ്പിച്ചത്? ചേച്ചി അത്യാവശ്യം കുഴപ്പമില്ല ജിംനാസ്റ്റിക് ചെയ്യുമോ അതോ? യൂട്യൂബിൽ നോക്കിയിട്ട് നിന്നെ വെച്ച് പ്രാക്ടീസ് ചെയ്തു. എത്ര കൊല്ലമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്? ഒരു 2 വർഷം അല്ലേ? അപ്പോൾ എത്ര ക്ലാസ് പഠിക്കുമ്പോൾ? 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ശരീരമൊക്കെ അതിന് വഴങ്ങിയോ അതോ പെയിനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? വഴങ്ങി. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തോ? അപ്പോൾ യൂട്യൂബിൽ നിന്ന് നോക്കി മാത്രമാണോ മോളതൊക്കെ പഠിച്ച്? യൂട്യൂബിൽ നിന്നല്ല, അമ്മ യോഗ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം. അമ്മ യോഗാസനം നല്ല ചെയ്യുന്ന ആളാണല്ലേ? അത് ചെറുപ്പത്തില് നിങ്ങളെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നോ? കുറച്ചൊക്കെ പരിശീലിക്കും. അപ്പോൾ മോളും യോഗയൊക്കെ ചെയ്യും? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് യോഗകളും വേണം നമുക്കൊന്ന് അറിയാം. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ യോഗാസനമൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് വലിയ അത്ഭുതമുള്ള കാര്യമല്ലേ? അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ ചെയ്യാൻ കരുതി. ഒരു അനിയൻ ഉണ്ടായിരുന്നോ? ഏട്ടനോ അനിയനോ? അനിയനില്ല, ഏട്ടനുണ്ട്. ഏട്ടൻ ഇങ്ങനെ നന്നായിട്ട് ഇതൊക്കെ ചെയ്യോ? അഭിനയിക്കും, കഥ പറയും. ജിംനാസ്റ്റിക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ജിംനാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കല, അതൊരു വല്ലാത്ത കലയാണ്. നമുക്ക് മോളുടെ കുറച്ച് പ്രകടനങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താം. അല്ല നല്ലത്?
മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾക്ക് ഇപ്പോൾ ഭാവിയിൽ ആരാവണം എന്ന് ആഗ്രഹം? ഒരു IPS ഓഫീസർ. IPS ഓഫീസർ, വെരി ഗുഡ്. അതായത് സാധാരണ ആരും ആഗ്രഹിക്കാത്ത, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വരെ വളരെ ഭയപ്പാടോടി കാണുന്ന ഒരു IPS ഓഫീസർ എന്ന തസ്തികയിൽ എത്തണമെന്നാണ് നമ്മുടെ മോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഈ IPS ഓഫീസർ ആവുന്നുള്ള താല്പര്യം വരാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും കണ്ട് പിന്നെ ഈ പത്രത്തിൽ വരുന്ന പെൺകുട്ടികളുടെ ക്രൂരതയൊക്കെ ഈ പ്രതികരിക്കാൻ നമുക്ക് ഇങ്ങനെ IPS ഓഫീസർ ആവാൻ തയ്യാറാണ്. മോള് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഇതുപോലുള്ള പെൺകുട്ടികൾ ഇതിലുള്ള കലയോടൊപ്പം ഇതുപോലുള്ള അഭ്യാസങ്ങൾ പഠിച്ച് എവിടെയും ആരെയും നേരിടാനുള്ള ഒരു ധൈര്യം, അല്ലേ? അതാണ് മോള് പറഞ്ഞത്. അതെ, അത് കൊച്ചു കുട്ടികളായ ഈ മോളുടെ മനസ്സിൽ വരെ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന പലതിനെയും നേരിടാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളും ഇതുപോലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ ഭാവിയിൽ ഒരു IPS ഓഫീസർ വരെ ആവണം എന്നുള്ളതാണ് നമ്മുടെ കൊച്ചു മിടുക്കിയുടെ ആഗ്രഹം. അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അല്ലേ? മോളെ 1-2 ഐറ്റംസ് കൂടി കണ്ടു നോക്കാം നമുക്കല്ലേ? ഓക്കെ. You can say what you want. I already know it's destiny. Maybe you should stop resisting it. I understand it can be scary, but you'll be safe. പ്രിയമുള്ളവരെ, ഇതാണ് താരം എന്ന പരിപാടിയിൽ സത്യത്തിൽ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക,
ഒരു 4 കലാകാരന്മാരെ, അത് ഏത് രീതിയിലുള്ള കായിക അഭ്യാസികളാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. തികച്ചും യാദൃശികമായിട്ടാണ് ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെട്ടത്. കൊച്ചുമോളെ പരിചയപ്പെട്ടപ്പോൾ അവൾ ജിംനാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ജിംനാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മൂത്ത ആളെ പരിചയപ്പെട്ടു, ബ്രദറാണ്. അവൻ കരാട്ടയാണ്. ശേഷം അതിൻ്റെ മൂത്ത ആളെ പരിചയപ്പെട്ടു, അവൾ കളരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ രീതിയിൽ ഓരോ അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ട് വളരെ എന്താ പറയുക, നാളെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം എന്ന ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് അവർ ഈ ജീവിതത്തെ പോരാടി ജയിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 2 കൊല്ലമായി പരിശീലിച്ച് വരുന്നു. പരിശീലകർ അവരുടെ ബ്രദേഴ്സാണ്. അവരൊക്കെ നമ്മൾ പരിചയപ്പെടാം. ബ്രദർ വരൂ. കരാട്ടെ ചെയ്യല്ലേ? ശരി, കരാട്ടയുടെ ഒരു എങ്ങനെയൊക്കെയായിരുന്നു കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലം ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി അല്ലേ? ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തു. ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് കാലങ്ങളെ പോയിട്ടുള്ളൂ, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മൂത്ത ആളൊന്ന് പരിചയപ്പെടാം. മൂത്ത ആൾക്ക് വേറെ പ്രത്യേകമുണ്ട്. അവൾ ഒരു കളരിക്കാരി എന്നതിനപ്പുറം വളരെ ബ്രെയിൻ ഉപയോഗിച്ച് വലിയ വലിയ പ്രൈസൊക്കെ നേടിയിട്ടുണ്ട്. നമ്മളെ GS പ്രദീപ് എന്ന ഒരു വലിയ കലാകാരനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വലിയ വലിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട്. അവരൊന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെട്ടോളൂ. എൻ്റെ പേര് അഞ്ജന വിനു. ഞാൻ കലാകാരൻ്റെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം ഞാനൊരു NCC വോളണ്ടിയർ കൂടിയാണ്. സൂക്ഷിച്ച് കൊണ്ടൊക്കെ കൈകാര്യം ചെയ്ത് നന്നായിരിക്കും അല്ലേ? NCC വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വലിയൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ട് അല്ലേ? മക്കളെ ഇങ്ങനെ പിന്നെ വലിയ രീതിയിൽ ഇവരൊക്കെ ഇങ്ങനെ ജിംനാസ്റ്റിക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് തോന്നാണ്ടായ ഒരു സാഹചര്യം? അത് അങ്ങനെയൊന്നുമില്ല. അവള് ചെറുപ്പം മുതൽ തൊട്ടേ അവളങ്ങനെ അതിനോടൊരു കാലിബർ ഞാൻ കണ്ടിരുന്നു. പിന്നെ അതൊന്ന് പരിശീലിപ്പിക്കാൻ തരുത് ആണല്ലേ? അല്ല, നന്നായിട്ടുണ്ട്. നല്ല അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പരിശീലനം തുടരുക, കണ്ടിന്യൂ ചെയ്യുക. അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമെങ്കിൽ അതൊക്കെ അതിനുള്ള പ്രചോദനമൊക്കെ നമ്മൾ തരും. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? ഫാമിലിയൊക്കെ സപ്പോർട്ടല്ലേ ഇങ്ങനെയുള്ള പരിശീലനമൊക്കെ നടത്തുന്നതിന്? ഇനി GS പ്രദീപുമായിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചൊന്ന് പറയാം. അതെങ്ങനെയായിരുന്നു സംഭവം? സ്കൂളിലായിരുന്നു നടന്നത് പ്രോഗ്രാം? ഇല്ല, മഞ്ചേരി വെച്ചിട്ട്. അതെങ്ങനെയായിരുന്നു പരിപാടി? അത് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ വന്നിരുന്നു. ഇങ്ങനെ യുണൈറ്റഡ് മൈൻഡ്സ് പറഞ്ഞ ഗ്രൂപ്പിൽ ഇതിനെ പറ്റി ഇങ്ങനെ മുമ്പ് ഇങ്ങനെ ഒരു ക്വിസ് നടക്കുന്നുണ്ട് പറഞ്ഞ് മെസ്സേജ് കണ്ടിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സ്കൂളിൽ നിന്ന് 25 ആണ് തോന്നുന്നു, അത്ര കുട്ടികളെ കൊണ്ടുപോവാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, നമുക്ക് അധികം അത്ര അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒഴിവാക്കിയ സംഭവമാണ്. അപ്പോൾ പിന്നെ രാത്രി എന്നെ രാധിക ടീച്ചർ വിളിച്ചാണ് ഇങ്ങനെ പറയണേ, എന്നോട് ഒന്ന് പോയി നോക്കാൻ പറയണം. അപ്പം ടീച്ചർ പറഞ്ഞല്ലേ, ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത ടീച്ചർക്ക് ഒരു പ്രത്യേക കയ്യടി. അപ്പം പിന്നെ രാംദാസ് സാർ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പം ഞാൻ ടീച്ചർ പറഞ്ഞതിന് അങ്ങനെ ഞാൻ പോയി. അവിടെ എത്തി. ഞങ്ങൾ 25 സ്റ്റുഡൻസിനെ ഞാൻ തോന്നുന്നു. അപ്പോൾ അതിൽ 3 സ്റ്റേജസ് ഉണ്ടായിരുന്നു. പ്രിലിമിനറി സ്റ്റേജ്. അപ്പോൾ അതിൽ ഒരു സ്കൂളിൽ നിന്നും 3 കുട്ടികൾക്കാണ് അവസരം, അത്രയും ഇത് നിന്ന്. അപ്പം അതിൽ എന്നോട് ചോദിച്ചത് ഇപ്പം JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടറിലെ അതിലെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ഉത്തരം കൊടുത്തു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി. സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെ അതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലൊരു 40 സംതിങ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഫൈനലിസ്റ്റായിട്ട് 6 കുട്ടികളാണ് എടുക്കുക. ആ 6 പേർക്കായിരിക്കും സാറിൻ്റെ കൂടെ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷനിൽ ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാം. അപ്പോൾ അതിൽ അവർ 10 ചോദ്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ നോട്ട് പാഡിൽ അത് എഴുതി അവർക്ക് കൊടുത്തു. അങ്ങനെ അത് കൊടുത്തതിൽ പിന്നെ എനിക്കവിടെ സെലക്ഷൻ കിട്ടി. ഞാൻ പോയി. എന്നോടൊപ്പം സാജിദ് സാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീം. അപ്പം ഞങ്ങളങ്ങനെ 6 ഫൈനലിസ്റ്റായി. അപ്പോൾ സാറ് വന്നു. സാജിദ് സാറിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ മത്സരിച്ചത്. അപ്പം ഓഡിയൻസിൽ നിന്ന് 2 പേർക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും ടീമായിട്ടാണ് മത്സരിക്കുക. അപ്പം എനിക്ക് സാജിദ് സാറിൻ്റെ കൂടെയാണ് പേര് വന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുപാട് റൗണ്ട് ഉണ്ടായിരുന്നു. GS പ്രദീപ് സാർ വന്നു. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഓരോ റൗണ്ടിലും പല പല പോയിന്റ് കിട്ടി. ചിലയിൽ പോയിന്റ് കിട്ടിയില്ല. പിന്നെ അവസാനം അപ്പോഴും എനിക്ക് അത്ര പ്രതീക്ഷയില്ല. നമ്മൾ പ്രിലിമിനറി റൗണ്ട് കൂടെ കടക്കുന്നത് നമ്മളെ മൈൻഡിലില്ല. അപ്പം പിന്നെ ഒരുപാട് റൗണ്ട്സൊക്കെ കഴിഞ്ഞ് അവസാനം 180 പോയിൻറ്റ്സോട് കൂടി ഞങ്ങൾ വിജയിച്ചു. അങ്ങനെ ഇതായിരുന്നു അന്നത്തെ വിന്നർക്കുള്ള സമ്മാനം അല്ലേ? അപ്പോൾ പ്രേക്ഷകർ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ
വിന്നേഴ്സ് ആകുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ ഇപ്പോൾ തൂര് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ്. അവിടുന്ന് നമ്മളൊരു കുട്ടി ഇത് വാങ്ങിയെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഒരു അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഇതാണ് താരത്തിൻ്റെ കൂടെ തരികയാണ് കൂട്ടത്തിൽ. അപ്പോൾ ഏതായാലും എവിടെ മക്കളൊക്കെ അവിടെ ഒരു വളരെ തികച്ചും യാദൃശികമായിട്ട് എത്തിപ്പെട്ടതാണ് ഇന്ന് തുകൂരിൽ നമ്മുടെ മോളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇതാണ് താരത്തിൽ ഇന്നിപ്പോൾ ഇതാണ് താരങ്ങളായി മാറിയിരിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും. എന്തായാലും ഇവിടെ അച്ഛൻ, അമ്മ, അതുപോലെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഇവരെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നതിനുള്ള അഭിനന്ദനം ഇതാണ് താരം അറിയിക്കുകയാണ്. ഇനി അമ്മയെ കൂടി നമുക്കൊന്ന് കാണാം. അച്ഛൻ ജോലിക്ക് പോയതാണെന്ന് തോന്നുന്നു, അവിടെ ഇല്ല. അപ്പോൾ അമ്മയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് താരത്തിലെ ഇന്നത്തെ താരങ്ങളെ ഒക്കെ പരിചയപ്പെട്ടല്ലോ. അവിടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇതാണ് കരാട്ടയാണ്. ഇവരുടെയൊക്കെ നേതാവ് എന്ന് പറയുന്ന ആൾ ഇവരുടെ അമ്മയാണ്. അച്ഛൻ മറ്റൊരിടത്ത് ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്ഥലത്തില്ല, ജോലി ചെയ്യുന്നു. പിന്നെ ഇതാണ് മൂത്ത മോള് കളരി, ജിംനാസ്റ്റ്. പിന്നെ അച്ഛൻ്റെ ബോഡി കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ ഇവരെ വല്യച്ഛനാണെന്നുള്ളത്. അതുകൊണ്ട് വല്യച്ഛനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. സാറിൻ്റെ പേരൊന്ന്? ദാസൻ. ഓക്കെ, സന്തോഷം. അത് വല്യമ്മ. ഇത്രയും അംഗങ്ങളാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. ഏതായാലും എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഞങ്ങളുടെ ഇതാണ് താരം നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ടാവണം. ഇനി കാണണം ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഈ ചാനലും അതോടൊപ്പം നിങ്ങളെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ മോൾക്ക് നമ്മുടെ സിനിമകളിലൊക്കെ നല്ലൊരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വർക്കിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വർക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതാണ് താരം എന്ന പരിപാടിയിൽ എന്നെ പരിചയപ്പെടുത്തിയതിന് നന്ദി. ഇതാണ് താരം എന്ന പ്രോഗ്രാം എല്ലാവരും കാണണം, സബ്സ്ക്രൈബ്, ലൈക്കും ചെയ്യണം.